അവൻ ജീവിക്കുന്ന പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ കണ്ടെത്തലുമായി ജീവിതത്തെ നേർവഴിക്കാക്കാനും മികച്ച തലമുറയെ വാർത്തെടുക്കാനും ഉതകുന്ന കർമ്മപദത്തിൽ വ്യക്തിമുദ്രകൾ ചാർത്തിയിരിക്കുന്നയാളാണ് ഡോക്ടർ സൈജു ഖാലിദ് എന്ന ഭരണിക്കാവ് മങ്ങാരം സ്വദേശി. മനഃശാസ്ത്ര വിദഗ്ധൻ, മോട്ടിവേഷണൽ സ്പീക്കർ, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നിങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു. ഇതിനെല്ലാം ഉപരി ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനും. ഇപ്പോൾ സൈജു ഖാലിദ് ഒരു പുരസ്കാരത്തിന്റെ നിറവിലാണ്. സംസ്ഥാന വനം വകുപ്പ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. നാടാകെ വൃക്ഷങ്ങൾ നടുന്ന പ്രവർത്തനത്തിനാണ് അംഗീകാരം. മനുഷ്യന്റെ മനസ്സും അവൻ ജീവിക്കുന്ന പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മനുഷ്യന്റെ ചിന്തയെയും അതുവഴി ജീവിതത്തെ തന്നെയും ക്രമപ്പെടുത്തുന്നതിൽ അവൻ ജീവിക്കുന്ന ചുറ്റുപാട് വലിയ പങ്ക് വഹിക്കുന്നു. ഈ കണ്ടെത്തലുമായി ജീവിതത്തെ നേർവഴിക്കാക്കാനും മികച്ച തലമുറയെ വാർത്തെടുക്കാനും ഉതകുന്ന കർമ്മപദത്തിൽ വ്യക്തിമുദ്ര ചാർത്തിയിരിക്കുന്ന ആളാണ് ഡോക്ടർ സൈജു ഖാലിദ് എന്ന ഭരണിക്കാവ് മങ്ങാരം സ്വദേശി. മനഃശാസ്ത്ര വിദഗ്ധൻ, മോട്ടിവേഷണൽ സ്പീക്കർ, സൈക്കോ തെറാപ്പിസ്റ്റ് എന്നിങ്ങനെയെല്ലാം ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതിലെല്ലാം ഉപരി ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനും കൂടിയാണ്. ഇപ്പോൾ സൈജു ഖാലിദ് ഒരു പുരസ്കാരത്തിന്റെ നിറവിലാണ്. സംസ്ഥാന വനം വകുപ്പ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ഇദ്ദേഹത്തിനാണ് ലഭിച്ചത്. നാടാകെ വൃക്ഷങ്ങൾ നടുന്ന പ്രവർത്തനത്തിനാണ് അംഗീകാരം. ഓരോ മനുഷ്യ മനസ്സും നിഗൂഢത നിറഞ്ഞതാണ്. അതിന്റെ സഞ്ചാരവും ദിശയുമൊക്കെ നിർവചിക്കുന്നത് ദുഷ്കരമാണ്. എന്നാൽ ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും മനസ്സിനെ നിയന്ത്രിക്കാനാവും, നേർവഴിക്ക് നടത്താനുമാകും. ഈ വിധം വിജയപഥത്തിലേക്ക് എത്തിക്കാനും കഴിയും. ഡോക്ടർ സൈജുവിന്റെ കർമ്മമണ്ഡലം പരാജിതർക്ക് വിജയത്തിലേക്ക് പരവതാനിയൊരുക്കുന്ന മാർഗദർശനങ്ങൾ പകരുന്നതാണ്. ക്ലിനിക്കൽ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന നിലയിലും വിജയമന്ത്രങ്ങളുടെ ഉരുക്കഴിച്ച് മനുഷ്യരിലെ ലക്ഷ്യബോധത്തെ ഉദ്ദീപിപ്പിക്കുന്ന പ്രഭാഷകൻ എന്ന നിലയിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ് സൈജു ഖാലിദ്. മനസ്സുകളുടെയും പ്രകൃതിയുടെയും കാവലാളെന്ന് ഈ മനഃശാസ്ത്രജ്ഞനെ വിശേഷിപ്പിക്കാം. മോട്ടിവേഷൻ പ്രഭാഷകൻ എന്ന നിലയിൽ 1000-ഓളം വ്യത്യസ്ത വേദികളിലായി 2 ലക്ഷത്തോളം പേരെങ്കിലും ഇദ്ദേഹത്തിന്റെ കേൾവിക്കാരായിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ സൈക്കോ തെറാപ്പി ക്ലിനിക്ക് നടത്തുന്ന സൈജു ഖാലിദിന് സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുണ്ട്. കഴിഞ്ഞ 3 വർഷമായി പങ്കെടുക്കുന്ന പരിപാടികളും മോട്ടിവേഷൻ ക്ലാസുകളും നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹം വൃക്ഷത്തൈകൾ നടുന്നത് പതിവാണ്. തനിക്ക് കിട്ടുന്ന അവസരങ്ങളെ വരും തലമുറയ്ക്ക് കൂടി എങ്ങനെ മുതൽക്കൂട്ടാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഈ നന്മമരം പദ്ധതി ഇദ്ദേഹം ആരംഭിക്കുന്നത്. 8000-ലധികം വൃക്ഷത്തൈകളാണ് ഇതുവരെ നട്ടിട്ടുള്ളത്. കൊല്ലം മീനാക്ഷി വിലാസം ക്ഷേത്രനടയ്ക്ക് മുന്നിൽ മരം നട്ടാണ് സൈജു ഖാലിദ് പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലൊഴികെ കേരളത്തിലെ 12 ജില്ലകളിലും നന്മമരം പദ്ധതിയുടെ ഭാഗമായി സഞ്ചരിച്ച് വൃക്ഷത്തൈകൾ നട്ടു. മാവ്, പ്ലാവ്, ചാമ്പ, റംബുട്ടാൻ, കശുമാവ് തുടങ്ങി പലതരം വൃക്ഷത്തൈകളാണ് നടുന്നത്. അർബുദത്തിനെതിരെ സേ നോ ടു ക്യാൻസർ എന്ന ക്യാമ്പയിനും ഇദ്ദേഹം നടത്തുന്നു. വൃക്ഷത്തൈകൾ നടുന്നതിന് പുറമെ മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ടാണോ തൈകൾ നടുന്നത് അതിന്റെ സംഘാടകർക്ക് അവ പരിപാലിക്കാൻ നിർദ്ദേശം നൽകും. ഒപ്പം കൃത്യമായ ഇടവേളകളിൽ അവയുടെ വളർച്ചയുടെ ചിത്രങ്ങൾ ശേഖരിക്കുന്നതും സൈജു ഖാലിദിന്റെ പതിവാണ്. ഈ പ്രവർത്തനത്തെയാണ് സംസ്ഥാന സർക്കാർ ആദരിച്ചിരിക്കുന്നത്. വനമിത്ര അവാർഡായി ലഭിക്കുന്ന 25,000 രൂപയും നന്മമരം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കാനും രാജ്യം മുഴുവനും വൃക്ഷങ്ങൾ നടുന്ന ബൃഹത് പദ്ധതി നടപ്പാക്കാനും സൈജു ഖാലിദ് ലക്ഷ്യമിടുന്നു. ഇലിപ്പക്കുളം മങ്ങാരം പുതുശ്ശേരിയിൽ മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ ഖാലിദ് കുഞ്ഞിന്റെയും സുബൈദ ബീവിയുടെയും മകനായി ജനിച്ച സൈജു ചൂനാട് UP സ്കൂൾ, കറ്റാനം പോപ്പൈ സ്കൂൾ, കായംകുളം MS കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം മനഃശാസ്ത്രത്തിൽ
എന്തിനു വാങ്ങിച്ചു കൊടുത്തതാണ്? അവൻ എന്തോ ഒരു കാര്യം ചെയ്തു, അപ്പോൾ പ്രോത്സാഹനമായിട്ട് വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ ഇതിന് ചാർജ് ചെയ്ത് കൊടുത്ത് ഇവനെ ഒരു റൂമിലേക്ക് വിട്ടേക്കാം. കുട്ടികളും യുവാക്കളും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നത് വലിയൊരു വിപത്തായി തന്നെ എല്ലാവരും പരിഗണിക്കണമെന്ന പക്ഷക്കാരനാണ് ഡോക്ടർ സൈജു ഖാലിദ്. ലഹരി ഉപയോഗം തടയുന്നതിൽ അധ്യാപകർക്കുൾപ്പെടെ പ്രതിബദ്ധത ഉണ്ടാകണമെന്നും ഈ മേഖലയിലെ ചികിത്സാ അനുഭവങ്ങൾ മുൻനിർത്തി സൈജു ഖാലിദ് പറയുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ വളരെ ചെറിയ പ്രായം മുതലേ ഉള്ള ചെറുപ്പക്കാരെ എന്ന് വെച്ചാൽ നാടിന് ഉപയോഗിക്കേണ്ട ആൾക്കാരാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഒരു വിദേശ ശക്തികൾ, അങ്ങനെ വേണോ ഇതിനെ കരുതാൻ. കാര്യം രാജ്യത്തെ ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടാൽ രാജ്യം ഡൗൺ ആയിപ്പോകും. രാജ്യത്തിൻ്റെ ചെറുപ്പക്കാരാണ് ഓരോ രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരെ ശരിക്കും അവരുടെ മാനസികവും ശാരീരികവുമായ കഴിവുകളെ അടിച്ചമർത്തി കഴിഞ്ഞാൽ, ഒതുക്കി നിർത്തിയാൽ ശരിക്കും ആ രാജ്യത്തിനെ ഒരുപാട് താഴേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മുടെ സ്കൂളും കോളേജും അധ്യാപകർ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, ഓരോ രക്ഷകർത്താവും ബോധവാൻ ആകേണ്ട ആവശ്യമുണ്ട്. അവരുടെ ബാഗ് സ്ഥിരം പരിശോധിക്കുന്ന ഒരു സംവിധാനം വീടുകളിലുണ്ടാകണം. ബാഗുകളുടെ തോളിലിടുന്ന വള്ളിയിൽ പോലും ഉറകളുണ്ടാക്കി അതിൽ തെരിവെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ചെറിയ പെൺകുട്ടികൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അത്രമാത്രം ലഹരിയിലേക്ക് മനുഷ്യർ വീണുപോയി. അതിൻ്റെ എല്ലാം ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷകർത്താക്കൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. നമ്മൾ പറമ്പിലിറങ്ങി പറിച്ചു കഴിക്കുന്ന കായ്കനികളും കൊള്ളുന്ന മരത്തണലുമൊക്കെ മിക്കവാറും ഏതൊക്കെയോ പൂർവികരുടെ ഔദാര്യമാണ്. നമ്മുടെ പിൻതലമുറയ്ക്കായി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ നമുക്കും കഴിയണ്ടേ? കടന്നു പോകും മുൻപൊരു കയ്യൊപ്പ്. അതാണ് തന്റെ നന്മമരം എന്ന വൃക്ഷനടിയിൽ പദ്ധതി എന്ന് സൈജു പറയുന്നു. മനുഷ്യർ പ്രകൃതി എങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ട് സ്ട്രക്ചർ മാറുമ്പോൾ ഭൂമിക്ക് പിടിച്ചു നിൽക്കാതെ കഴിയാതെ വരും. ഇപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് ഒരുപാട് വൈറസുകൾ, രോഗാണുക്കളൊക്കെ ഉണ്ടായി മനുഷ്യർക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ദോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുന്ന ഒരു ചെറിയ ഹെൽപ്പ് പ്രകൃതിക്ക് ഏതൊക്കെയോ ഒരു പൂർവികൻ, എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഏതൊക്കെയോ പൂർവികൻ അവരുടെ അധ്വാനം ഒരുപാട് ചെലവഴിക്കുകയും ഒരുപാട് വെള്ളം കോരുകയും ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ചക്കയായി മാങ്ങയായി ഒക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചു കഴിക്കുന്നത്. അടുത്ത തലമുറയ്ക്കും ഇതേപോലെ ഒരാവശ്യം ഉണ്ടാകുമ്പോൾ അവൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുമില്ല. അവന് കുറേ ഇൻ്റർലോക്കിൻ്റെ ഇഷ്ടികളും ഇതൊന്നും പറിച്ചു കഴിച്ച് വിശപ്പടക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അളവ് കുറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും വിശപ്പടക്കണമല്ലോ. അപ്പോൾ കൃത്രിമമായിട്ടുള്ള ഫുഡുകൾ ഇറങ്ങാൻ തുടങ്ങി. അതിൽ വിശപ്പടങ്ങുക എന്നുള്ളത് ആ കൃത്രിമ ഫുഡിലേക്ക് അവൻ അഭയം തേടി. അതിനനുസരിച്ച് മറ്റുള്ള മാറാരോഗങ്ങളിലെ പിടികൂടി തലമുറ. അപ്പോൾ ശരിക്കും ഞാൻ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ സേ നോ ടു ക്യാൻസർ എന്ന് പറയുന്ന ഒരു ക്യാൻസറിൻ്റെ പടരുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു ഫ്രീ ക്യാമ്പയിൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്. മികച്ച പരിശീലകനുള്ള അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഡോക്ടർ സൈജു ഖാലിദ് ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഉൾപ്രേരകം, കാറ്റലിസ്റ്റ് എന്നീ കൃതികൾ പുറത്തിറക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ വലിയ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. ബാംഗ്ലൂരുവിൽ ഫാർമസി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഭാര്യ ബർക്കത്ത് ഷാമില, മകൻ സുമൻ ഖുറേഷി എന്നിവരടങ്ങുന്നതാണ് കുടുംബം. ഡോക്ടർ സൈജുവിന്റെ സഹോദരൻ സുമീർ ഖാലിദും കുട്ടികളുടെ മോട്ടിവേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്, അഭിഭാഷകനുമാണ്.